നാട്ടിക വാഹനാപകടത്തിൽ മരണമടഞ്ഞവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള ചിലവുകൾ സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. അടിയന്തര ധനസഹായം നൽകുന്നത് സർക്കാർ പരിഗണിക്കും. സംസ്കാരത്തിന്റെ ഉൾപ്പെടെയുള്ള ചിലവുകൾ സർക്കാർ വഹിക്കും. പരിക്കേറ്റവരുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിൽ തൃശൂർ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. പാലക്കാട് ജില്ലാ കളക്ടർ മരണപ്പെട്ടവരുടെ വീട്ടിൽ ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ശവസംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ്. ബാക്കി കാര്യങ്ങൾ നടപടിക്രമങ്ങൾക്കനുസരിച്ച് അതുപോലെ തന്നെ ഇവരുടെ താമസം പുറമ്പോക്കിലാണെന്നുള്ളതാണ് പറയുന്നത്. 15 വർഷത്തിലേറെ താമസിക്കുന്നു എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ എല്ലാ വിവരങ്ങളും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. കേരളത്തിൽ ഇതങ്ങനെ വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റു പലയിടത്തും നമ്മൾ ഇതിന് മാറുന്നത് അപൂർവമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് നോക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ എത്തിയത്. മുഖ്യമന്ത്രിയാണ് ഇങ്ങോട്ട് വരണം എന്ന് നിർദ്ദേശിച്ചത്. ചികിത്സയുമായി ബന്ധപ്പെട്ട ചികിത്സയുടെ കാര്യങ്ങളിപ്പോൾ ഞാൻ മെഡിക്കലിലേക്ക് പോകുന്നുണ്ട്. തൃശൂർ ജില്ലാ ആശുപത്രിയിലെത്തിയ മന്ത്രി പരിക്കേറ്റവരെയും മരണമടഞ്ഞവരുടെ ബന്ധുക്കളെയും കണ്ട് ആശ്വസിപ്പിച്ചു. ഇവന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചത്. നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ. ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.